എൻ്റെ പേര് ഷീബ. എനിക്ക് ഏകദേശം 35 വയസ്സുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനൊരു കഥയാക്കിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും കഥ കേട്ടിരിക്കുക. ഇനി ഇതാ ഷീബയുടെ ശബ്ദത്തിൽ ഞാനാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി വായിക്കാത്ത കഥയിലേക്ക് പോയാലോ? അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഓഫീസിൽ പോകാനായിട്ട് KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിലാണെങ്കിൽ നല്ല തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് വേണം പറയാൻ. ഞാൻ ആ തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയ്ക്ക് ആ ഒരു സമയത്ത് ആളുകളാണെങ്കിൽ ബസ്സിൽ കയറാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ആ നിമിഷം ഞാൻ പിന്നെ വേറെയൊന്നും നോക്കിയില്ല. ബസ് വന്ന ഉടൻ തന്നെ പതുക്കെ നടന്നു. ആ ടൈമിൽ ഒരു ചെറിയ കുട എൻ്റെ കയ്യിലുണ്ടായത് കൊണ്ട് തന്നെ അതൊരു ഉപകാരമായി. മെല്ലെ മെല്ലെ ചെന്ന് ബസ്സിനകത്ത് കയറി. അതൊരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സായിരുന്നു. ഓ, എന്തൊരു തിരക്ക്! ആ നിമിഷമാണെന്നുണ്ടെങ്കിലും കണ്ടക്ടർ അവിടെ നിന്ന് പറയാണ്, ദേ ഫുട്ബോൾ കളിക്കാനൊരു സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് നീങ്ങി നിന്നേ എന്ന് പറഞ്ഞു കേട്ട സമയത്ത് തന്നെ എനിക്ക് ചൊറിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ആർക്കായാലും ഇങ്ങനെ ചൊറിഞ്ഞു കയറത്തില്ലേ? എനിക്കാണെന്നുണ്ടെങ്കിൽ അതേ കണക്കുള്ള ഒരവസ്ഥയാണ്. എന്താണ് ഇയാളിങ്ങനെ ഒന്നും കാണാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു നിന്നുപോയി. എങ്കിലും വീണ്ടും വീണ്ടും ഉള്ള ഓഫീസിലെ പോലുള്ള പ്രഷർ കാരണം കണ്ടക്ടറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് നീങ്ങി നിന്നേ, നീങ്ങി നിന്നേ. എനിക്കാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. ആൾക്കാർ നീങ്ങുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഉടുത്ത സാരി ഉടുത്തോണ്ടാണ് അങ്ങോട്ട് നീങ്ങുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ സാരി അരയ്ക്കോ കാലിൽ ചവിട്ടിയിട്ട് അങ്ങനെ പകുതിയാണെങ്കിൽ ശരിയെന്നെ തെറ്റിപ്പോകുന്നുണ്ട്. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ വരുന്നത് ഇങ്ങനെ അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ രാവിലെ മുണ്ടെടുത്തിട്ടാണെങ്കിൽ ശരിയെന്നെ, സാരി ഉടുത്തിട്ടാണെങ്കിൽ ശരിയെന്നെ, നമ്മൾ എവിടെയെങ്കിലും കയറുന്ന സമയത്ത് മറ്റൊരാൾ അത് കുളവാക്കുന്ന കേൾക്കുമ്പോൾ അത് കാണുന്ന സമയത്തിന് നമുക്ക് ദേഷ്യം തോന്നും. എനിക്കും അതേപോലെ ഒരു അനുഭവമായിരുന്നു തോന്നിയത്. അങ്ങനെ ആ ഒരു തിരക്കിനിടയ്ക്കാണെന്നുണ്ടെങ്കിൽ സീറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നെങ്കിൽ പോലും ഞാൻ എൻ്റെ ബാഗാണെന്നുണ്ടെങ്കിൽ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നു. അതാണെന്നുണ്ടെങ്കിൽ ഒരു കംഫർട്ടായിട്ടുള്ള പ്ലേസാണ്. അങ്ങനെ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് തിരക്കും കുറവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബസ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് വലിയൊരു കുഴിയിൽ ചെന്ന് ബസ് ചാടുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ കിടന്ന് കുലുങ്ങിയുണ്ടായി. ആ നിമിഷം തന്നെ അപ്പുറത്ത് നിന്ന ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ പെട്ടെന്ന് വീഴാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു യുവാവ് കയറി പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു. ആ നിമിഷം ഞാനും അതിങ്ങനെ ശ്രദ്ധിച്ചു. ആളുടെ ആ ഒരു കണ്ണിലെ ആത്മാർത്ഥതയും പിന്നെ ആ ഒരു നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ എന്നെയും വല്ലാണ്ട് ആകർഷിച്ചു. മറ്റൊന്നും ആയിരുന്നില്ല, അതൊക്കെ ഇങ്ങനെയുള്ള സമയത്ത് ഇത്രയുള്ള ആ ഒരു പയ്യനിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഞാനും ഇങ്ങനെ വിചാരിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബസ്സിലാണെങ്കിൽ വീണ്ടും നല്ല തിരക്കായി തുടങ്ങി. ആ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടരികിൽ നിന്ന് ഒരു പെൺകുട്ടിക്ക് തലകറക്കം പോലെ എന്തോ എനിക്ക് ഫീൽ ചെയ്തു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വെപ്രാളപ്പെട്ടു. കാരണം എൻ്റെ തൊട്ടരികിൽ തന്നെ നിൽക്കുകയാണല്ലോ, അപ്പോൾ എൻ്റെ അടുത്തേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയാണെങ്കിൽ നിന്ന് ആടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഒന്ന് താങ്ങായിട്ട് നിന്നു. ആ സമയത്ത് വീടെടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി ആരും ആ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ആ നിമിഷം തന്നെ ആ ഒരു പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടക്ടറിനെ ഒന്ന് ആംഗ്യം കാണിച്ചു. ആ സമയത്ത് തന്നെ കണ്ടക്ടറിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു. കുട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആ പെൺകുട്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ശേഷം പുറത്തെ ഒരു ചെറിയ കടയിൽ നിന്നും ഇച്ചിരി വെള്ളം വാങ്ങിച്ച് അതിന് കൊടുത്തു. ശേഷം ഞാനും ആ ഒരു നിമിഷം ആ പെൺകുട്ടിയെ വേറൊരു ബസ്സിനകത്ത് കയറ്റിവിട്ടു. ശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരികെ ബസ്സിനകത്ത് വന്ന് കയറുന്ന സമയത്ത് കണ്ടക്ടറും എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കോലം എന്ന് വെച്ചാൽ വല്ലാത്തൊരു കോലം തന്നെ. തിക്കും തിരക്കിനും ഇടയിൽ ആകെപ്പാടെ എന്തോ ഒന്നായ പോലെ ആ ഒരു കോലം തന്നെ. പെട്ടെന്നായിരുന്നു ആ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഏകദേശം ഒരു 26 വയസ്സ് പ്രായം തോന്നിക്കും. നേരത്തെ ആ വൃദ്ധനെ താങ്ങി നിർത്തി അയാൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നൽകിയ ആ ഒരു മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു തുടങ്ങി. ആ ഒരു പയ്യന്റെ പേര് രാഹുല്. അയാൾ എന്തോ ആവശ്യത്തിന് വേണ്ടി ദൂരത്തേക്ക് യാത്ര ചെയ്യാണ്. അത് മാത്രം എന്നോട് പറഞ്ഞു. രാഹുലിന്റെ ഓരോ കാര്യങ്ങളും നല്ല കെയറിങ്ങും കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ബസ്സിൽ സീറ്റ് ഒഴിവാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ അടുത്താണ് രാഹുൽ പറഞ്ഞത്, ദേ അവിടെ പോയിരുന്നോ മാഡം, അവിടെ ഇരുന്നോളൂ എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്.
അപ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ ഞാൻ ആ അറ്റത്ത് മാറി നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ രാഹുൽ എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനും രാഹുലും കൂടെ ഒന്ന് നോക്കി ചിരിച്ചു. പെട്ടെന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗ് എൻ്റെ കയ്യിലേക്ക് എടുത്ത് തന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പുഞ്ചിരികളെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ ഈ തൊട്ടപ്പുറത്തിരുന്നത് ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. അത്യാവശ്യം ഒരു 60 വയസ്സോളം ഏജ് കാണും. അവരെന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ആള് മുറുക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയുള്ള എന്തോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷേ രാഹുൽ അടുത്തുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ തന്നെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് വളയ്ക്കുകയും തിരികെയൊക്കെ വരുന്നുണ്ട്. ആ നിമിഷം തന്നെ രാഹുൽ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവനും ഒരു കംഫർട്ടായിട്ട് തന്നെ തോന്നി. കാരണം തിരക്കിനിടയിലായാലും എൻ്റെ അടുത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ അടുത്ത സ്റ്റോപ്പ് എത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ ആ വൃത്തിയായ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്കൊരു ആശ്വാസം. പെട്ടെന്ന് ആ ഒരു വൃത്തിയായ സ്ത്രീ എണീറ്റപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന തിരക്കിനിടയിൽ നിന്ന് ആളുകൾ ഇടിച്ചു കയറാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം എനിക്ക് തന്നെ മനസ്സിലായി, അവിടെ ഇടിച്ചു കയറി കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് അവരായിരിക്കും. എനിക്ക് പക്ഷേ രാഹുലിനെ ഇരുത്തണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ രാഹുലിന്റെ കയ്യിൽ പിടിച്ച് ഞാൻ അവിടേക്ക് വലിച്ചു. ഇവിടെ വന്നിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു രഹസ്യം എന്നുള്ള രീതിയിൽ ഒന്ന് പിടിച്ചു വലിച്ചെടുത്തി. ആരൊക്കെയോ കണ്ടു എന്ന് തോന്നുന്നു. പക്ഷേ ആര് കണ്ടാലും ഇല്ലേലും ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം എന്താ, ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെ രാഹുൽ ഇരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്ത് വന്ന് മുട്ടുമ്പോൾ ഞാൻ നോക്കി. ആ സമയം രാഹുലിന് നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആൾക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു സ്പേസ് മാത്രമാണത്. പക്ഷേ രണ്ടുപേരും ഇരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രാഹുലിന്റെ വണ്ണം കൊണ്ട് ആ ഒരു സീറ്റ് മൊത്തം കവർ ചെയ്തിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഞെരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്രക്കിടയിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ രാഹുലിനെ നോക്കും. അതിനുശേഷം പുറത്തേക്കും ആ ഒരു സിനിമാ തിയേറ്റർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഞാൻ കുറച്ചു നേരം ഒരു ചിരിയുള്ള മുഖത്തോടെ ഇങ്ങനെ നിന്ന്. പക്ഷേ എനിക്ക് എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അബദ്ധമായി പോകുമോ എന്നൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടെ ചോദിച്ചു, രാഹുൽ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ തന്നെ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, അല്ല കേട്ടോ, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രം പറഞ്ഞ് നടക്കട്ടെ, നല്ല പെൺകുട്ടിയെ തന്നെ കിട്ടും എന്ന് മാത്രം രാഹുലിൻ്റെ അടുത്ത് ഞാൻ മറുപടി പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട മാഡം ഇപ്പോഴൊന്നും. കാരണം എനിക്കെപ്പോഴും ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേയധികം എൻജോയ് ചെയ്യണം, കുറേയധികം സ്ഥലങ്ങൾ കാണണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. കാരണം എനിക്കും എൻ്റെ കോളേജ് ലൈഫ് തൊട്ടേ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം, അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങളും പിന്നെ കുട്ടികളുടെ പഠിത്തവും അതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞ സമയത്ത് എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ തീർന്നു പോവുകയാണ് എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ പെട്ടെന്ന് അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, എനിക്ക് ഈ ഒരു ലൈഫ് കാര്യങ്ങൾ പിന്നെ ഓഫീസിലെ ടാർഗറ്റ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു പോലും എനിക്കറിയില്ല. പിന്നെ ജീവിതമല്ലേ, ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ലൈഫും കരിയറും ഒക്കെ നല്ലതാണ്, പക്ഷേ നമ്മളൊരിക്കലും ജീവിതം ജീവിക്കാതിരിക്കരുത് എന്ന് മാത്രമാണ് എൻ്റെ അടുത്ത് ഒരു ഉപദേശം എന്ന പോലെ തന്നത്. അപ്പോൾ തന്നെ ആ ഒരു ഉപദേശത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. പെട്ടെന്ന് തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദേ നോക്കിയേ, നമ്മളിപ്പോൾ ഈ മഴയത്ത് ബസ്സിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അത് കരിയറിലൊക്കെ എവിടെ കിട്ടാനാണ്? അങ്ങനെയുള്ള സുഖങ്ങൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില ബസ് യാത്രകളും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കണം എന്ന് തന്നെ അയാൾ പറഞ്ഞു. ആ നിമിഷമായിരുന്നു എൻ്റെ ബാഗ് അതിൻ്റെ സ്ട്രാപ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തോളിൽ നിന്നും താഴേക്ക് വീണത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ആ ഒരു സ്ട്രാപ്പ് പിടിച്ച് എൻ്റെ തോളിലേക്കാക്കി തന്നു. ഞാൻ ആ നിമിഷം അയാളൊന്ന് നോക്കി, ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ചുണ്ടിലും പിന്നെ കണ്ണിൻ്റെ അടുത്തേക്ക് നേരെ ഇങ്ങനെ വീണു. ഞാനത് പിടിച്ച് എൻ്റെ ചെവിയിലേക്ക് ആക്കി. വേറെ ഒന്നും ആയിരുന്നില്ല, എൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ വെട്ടിയിട്ട മുടിയായിരുന്നു ഫ്രണ്ടിലേക്ക്. അതെപ്പോഴും കാറ്റത്ത് പറന്ന് മുഖത്തേക്ക് വീഴും. അത് ഞാൻ ഇടയ്ക്ക് ചെവിയിലേക്ക് എടുത്ത് വെക്കും. അത് പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു.
അങ്ങനെ രണ്ടുപേരും ഒരു ചിരിയോടെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയാണെങ്കിൽ കട്ടറിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും എൻ്റെ ദേഹത്തേക്ക് വീഴാൻ പോകുന്ന കായുന്നുണ്ട്. അപ്പോൾ തന്നെ രാഹുൽ അതിനെല്ലാം ഒന്ന് കൈപിടിച്ച് അവരെല്ലാം ഒന്ന് തടഞ്ഞു നിർത്തി തരുന്നുണ്ട്. ഞാനതെല്ലാം ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി പതുക്കെ പതുക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ സ്റ്റോപ്പ് എത്താറായെന്ന്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാഹുലും എൻ്റെ ഒപ്പം ഇറങ്ങി വന്നു. അങ്ങനെ ബസ് നിർത്തിയ സമയത്ത് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മഴ അല്പം ശമിച്ചുവെങ്കിലും ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആ സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അയാളോട് ചോദിച്ചു, ഇനി ഇങ്ങോട്ടാ രാഹുൽ പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് ആളുടെ വാച്ചിലേക്ക് നോക്കി ശേഷം എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, സമയം ഇനിയിപ്പം ഒരുപാടുണ്ട്, നമുക്ക് പോയൊരു ചായ കുടിച്ചിട്ട് വന്നാലോ, അടുത്തൊരു ചായക്കടയുണ്ട്, അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. റോഡിൻ്റെ അരികിലായിട്ട് ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ വെച്ചായിരുന്നു ഞങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. എല്ലാ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ഷീബ, നീയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തിരക്കിനിടയിലും ചെറിയ രീതിയിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ആരെയും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യമാണ്. പക്ഷേ എനിക്ക് ആ നിമിഷം ആ ഒരു ചോദ്യം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ മറ്റൊരാൾ നമ്മളത് ചോദിക്കുമ്പോൾ അത് നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും. എനിക്ക് സമയം കിട്ടാറില്ല രാഹുൽ എന്ന് മാത്രമായിരുന്നു ഞാൻ മറുപടി പറഞ്ഞത്. കാരണം എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. ഞങ്ങൾ രണ്ടുപേരും ഒടുവിൽ ആ ചായക്കടയിലെത്തി. ആ ഒരു ചെറിയൊരു പെട്ടിക്കടപ്പുള്ള ചായക്കടയിൽ നിന്നും നല്ല ചൂട് ചായ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ കടിയും മേടിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ പെയ്തിറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ചായക്കടയിലെ ഷെഡിനകത്ത് ഇങ്ങനെ കയറി നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഷീബ, ഇനി വീട്ടിലെപ്പോഴാണ് ചെല്ലുന്നത്? നീ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ നിമിഷം ഞാൻ പറഞ്ഞു, ഞാൻ ഓഫീസിലേക്ക് പോകുമായിരുന്നു. ആ സമയത്ത് ഇനിയും ടൈം ഉണ്ടായതുകൊണ്ടാണ് രാഹുലിനോട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു മോഡൽ പോലെ കേട്ടിട്ട് രാഹുൽ എൻ്റെ അടുത്ത് ചോദിച്ചു, അതെ, നമുക്ക് വേറൊരു പ്ലേസിൽ പോയാലോ? ഒരു പാർക്കാണ്, ഇവിടെ തന്നെയുള്ളതാണ്. അപ്പോൾ അവിടെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ടൈമിൽ ആരും കാണത്തില്ല. സമയം ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആവുന്നതല്ലേ ഉള്ളൂ. ഷീബയ്ക്ക് ഇപ്പം ഉടനെ കയറേണ്ടതൊന്നുമില്ലല്ലോ, ഓഫീസിലും കാര്യങ്ങളൊക്കെ. പതുക്കെ കയറിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോയിരുന്നിട്ട് വരാം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആലോചിച്ചു, അത് നല്ലൊരു കാര്യമാണ്. ഞാൻ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ രാഹുൽ ഒരു സ്ട്രേഞ്ചറാണെങ്കിലും ആൾ നല്ലൊരാളാണെന്ന് എനിക്ക് തോന്നി. എന്നെങ്കിൽ പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വന്നാൽ എന്താ എന്ന് ഞാനും ചിന്തിച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ പറഞ്ഞു. ഇനി ഓഫീസിൽ വിളിച്ച് ഒരു ഹാഫ് ഡേ ലീവ് എടുത്താൽ മതിയല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ കൂടെ ഞാൻ അവിടേക്ക് പോകുന്നത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ മഴ, ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു കുഞ്ഞ് പാർക്കായിരുന്നു. ആകെ ഫാമിലീസും പിന്നെ കപ്പിൾസും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കാറ്. ഞാനിവിടെ ചെന്ന സമയത്ത് ചെറിയ ചെറിയ കപ്പിൾസൊക്കെ വന്നിരിക്കുന്നു. പ്രണയിക്കുന്ന കുട്ടികൾ, എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ പ്രണയിച്ച് നടക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നത്. ആ നിമിഷം ഞാനും അയാളും കൂടെ ഒരു സൈഡിലേക്ക് മാറിയിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് എന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. പിന്നെ രാവിലെ വിളിച്ചുകൊണ്ട് ഞാനൊരു രസം എന്ന പോലെ ഇങ്ങനെ വന്നേ ഉള്ളൂ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ആയിക്കോട്ടെ, തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഞാൻ വായിക്കണോ? ഞാൻ പറഞ്ഞു, ചായയും കടിയും കുടിച്ചതല്ലേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമില്ല രാഹുൽ എന്ന് ഞാൻ പറഞ്ഞു. ആ നിമിഷം ഞാൻ പറയുന്നതെല്ലാം ഒരു മൂളൽ പോലെ രാഹുൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രാഹുൽ ആ ഒരു കപ്പിൾസിനെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താ അവരെയൊക്കെ ഇങ്ങനെ നോക്കുന്നത്? അവരെയൊന്നും കണ്ടിട്ടില്ലേ? അതൊന്നുമില്ലടോ, ഞാൻ കോളേജ് ടൈമിലൊന്നും പ്രണയിച്ചിട്ടില്ല. അപ്പോൾ ഇവരെയൊക്കെ കാണുന്ന സമയത്ത് ഒരു അസൂയയും കുശുമ്പും, അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിയത്. വല്ലാത്ത മോഹം തന്നെയല്ലോ എൻ്റെ കുട്ടന് എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു. ഇടയ്ക്ക് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മാത്രം തിരിച്ചും മറുപടി വന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞി കായലായിരുന്നു തൊട്ടരികിലായിട്ട്. അത് പാർക്കിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒരു കായലിൻ്റെ സൈഡിലായിട്ടാണ്.
ടൗണിനടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അത് ഒരു രസമുള്ള കാഴ്ചയായിരുന്നു. രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അങ്ങോട്ടൊന്നും പോയാലോ. അതൊരു കുറ്റിക്കാട് പോലുള്ള പ്ലേസ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആദ്യമൊന്നും മടിച്ചു. അവിടെയൊക്കെ പോകണോ, വല്ല ഇഴജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ കാണില്ലേ എന്ന് ഞാൻ രാഹുലിനോട് ചോദിക്കുമ്പോൾ രാഹുൽ തന്നെ പറഞ്ഞു, ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ എൻ്റെ കുട്ടാ, നമ്മൾ എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ, താനാ വരുന്നെങ്കിൽ വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം അവിടെയൊക്കെ എന്ന് പറഞ്ഞ് രാഹുൽ എന്നെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. എനിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്ലേസിലൊന്നും ഞാൻ അധികം വന്നിട്ടില്ല. ഇപ്പോൾ രാഹുലിനൊപ്പം ഇവിടെ വരുന്ന സമയത്ത് അതൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങോട്ട് പോകുന്ന സമയത്ത് രാഹുലിൻ്റെ ആ കെയറിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ കാലിൽ എന്തോ തട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞ് അവിടേക്ക് നോക്കി. അതുവഴി എന്തൊക്കെയോ വള്ളികൾ കിടക്കുന്ന കണക്ക് എനിക്കിങ്ങനെ തോന്നി. ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം കേട്ടോ. അത് രാഹുൽ ശ്രദ്ധയോടെ കേട്ടു. ആ നിമിഷം എനിക്കും ഒരാശ്വാസം തോന്നി. അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ.